ഞാൻ ഉണ്ടാക്കുന്നത് പിടിയാണ്. ഇത് വറുത്തരച്ച കോഴിക്കറിയുടെ കൂടെ നല്ല ടേസ്റ്റ് ആണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചിരകിയത്, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 4 വലുത്, ചുവന്നുള്ളി ഞാനിവിടെ 7 എടുത്തിരിക്കുന്നത്. ഇത് വലിയ ചുവന്നുള്ളിയാണ്, ചെറുതാണെങ്കിൽ ഒരു 10. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ അരിപ്പൊടിയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഈ സമയത്ത് നമുക്ക് ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. പൊടിയുടെ കളറ് പതുക്കെ ഒന്ന് നിറം മാറുമ്പോൾ നമുക്ക് വാങ്ങാം. ഇത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി അരിപ്പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാം. ഇനി അരിപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച വെളുത്തുള്ളി, ജീരകം, ചുവന്നുള്ളി പേസ്റ്റ് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂടൊന്ന് പതുക്കെ കുറയുമ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്ന പോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുക്കണം. ഇനി വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഉരുളകൾ ഇടണം. പൊടി പരത്തിയപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഈ വെള്ളത്തിലേക്ക് ഉപ്പിടാം. ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് ഇടുകയാണ്. ഇത് വെള്ളത്തിലിട്ട ഉടനെ ഇളക്കരുത്, അത് പൊട്ടിപ്പോകും. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മളിത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വെള്ളം ആ ഉരുളയ്ക്ക് പതുക്കെ മേലെ നിൽക്കണം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്.